കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം എട്ടാം ദിവസത്തെ ഉത്സവം അതിപ്രധാനമായിട്ടാണ് നടക്കുന്നത്. ഉത്സവ ബലി ചടങ്ങുകളോടെ അതിബൃഹത്തായ താന്ത്രിക ചടങ്ങുകളോടെ കൂടിയിട്ടാണ് നടക്കുന്നത്. പതിവുമാതിരി രാവിലെ 3 മണിക്ക് നിർമ്മാല്യ ദർശനം, 3:30 മണിക്ക് ഭഗവാന്റെ അഭിഷേകം കഴിഞ്ഞ് നട അടച്ച് അലങ്കാരം, 4 മണിക്ക് നട തുറക്കുന്നു. 4 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഭക്തന്മാർക്ക് എല്ലാവർക്കും ദർശനം. 5:45 6 മണിയോടുകൂടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉഷപൂജയായി. ഉഷപൂജ കഴിഞ്ഞാൽ മണിക്കിണറിനടുത്ത് വെച്ച് മുളയറയിൽ മുളംപൂജ നടക്കുന്നു. മുളംപൂജ കഴിഞ്ഞാൽ ഭഗവാന്റെ ഉഷശിവേലിയായി. ഉഷശിവേലി ഒരു 6:45 മുതൽ 8:30 മണിക്കുള്ളിൽ കഴിയും. അത് കഴിഞ്ഞാൽ ഭഗവാൻ ഉള്ളിലേക്ക് വരികയും ഭഗവാന്റെ പാലഭിഷേകം, നവകാഭിഷേകം, പന്തീരടി പൂജ, അത് പരമാവധി 9 മണിക്കുള്ളിൽ അത് കഴിയും. 9 മണിക്കാണ് ബൃഹത്തായ ഉത്സവബലി ആരംഭിക്കുന്നത്. ഉത്സവബലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിബൃഹത്തായ ഒരു താന്ത്രിക ചടങ്ങാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ പരിവാര ദേവതകളെ മുഴുവൻ, ദിക്പാലകരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തി മന്ത്രങ്ങൾ ചൊല്ലി അവരെ അവിടെ ഇരുത്തി അവരെ ആരാധിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർക്ക് ബലി തൂവുന്നു. അത് 9 മണി മുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3:30 മണി 4 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ്. ഒരു 8 മണിക്കൂറോളം അത് പിടിക്കും. ഈ ഉത്സവ ബലി തൂവുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് ശ്രീ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യത്തിൽ തന്നെ തന്ത്രി നമ്പൂതിരിപ്പാടാണ് ബലി തൂവുന്നത്. ഇന്നേ ദിവസം ഈ ഉത്സവ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഉപവാസത്തിലാണ്. രാവിലെ ഒന്നും കഴിക്കില്ല. ഈ ഉത്സവ ബലി ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ പച്ചവെള്ളം കുടിക്കുകയുള്ളൂ. ഇത് സമർപ്പിക്കുന്ന തന്ത്രി നമ്പൂതിരിപ്പാട്, ശ്രീ ഗുരുവായൂരപ്പനെ എടുത്ത് എഴുന്നള്ളിക്കുന്ന കീഴ്ശാന്തി നമ്പൂതിരി, വിളക്ക് പിടിക്കുന്ന ഷാരടി വാരര്, പാണി കൊട്ടുന്ന മാരാര് എന്നിവരെല്ലാം ശുദ്ധ ഉപവാസത്തിലാണ് അന്നത്തെ ദിവസം. 9 മണിയോടുകൂടി ശാന്തിയേറ്റ നമ്പൂതിരെ കയ്യിൽ അർച്ചിച്ചതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പനെ തന്ത്രി നമ്പൂതിരിപ്പാട് എടുത്ത് കയ്യിൽ കൊടുക്കുന്നു. അതോടുകൂടി ഉത്സവബലി ആരംഭിക്കുന്നു. ക്ഷേത്രത്തിനകത്ത്, നാലമ്പലത്തിനകത്തുള്ള ദിക്പാലകന്മാർക്ക്, തൻ്റെ കാവൽക്കാർക്ക്, ദ്വാരപാലകർക്ക് ബലി തൂവി തുടങ്ങുന്നു. അങ്ങനെ ബലി തൂവി തുടങ്ങി ശ്രീ ഗുരുവായൂരപ്പനെ തടമ്പ് കയ്യിൽ പിടിച്ചിട്ടാണ് കീഴ്ശാന്തി നമ്പൂതിരി ഉണ്ടാവുക. ഓരോരോ ബലിക്കൾക്ക് ഓരോരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിനനുസരിച്ച് അതാത് സ്ഥാനത്ത് നിൽക്കുന്ന ബലിക്കല്ലിൽ ഉള്ള ദേവതകളെ, അതിൽ ഉള്ള പരിചാരകന്മാരെ ആവാഹിച്ചു വരുത്തി അവിടെ ഇരുത്തി മണികൊട്ടി പൂജിച്ച് ബലി തൂവുന്നു. ഏകദേശം ഒരു 10:30 മണിയോടുകൂടി അത് സപ്തമാതൃക്കളുടെ അവിടെ എത്തുകയും സപ്തമാതൃക്കളുടെ അടുത്ത് തന്നെ സ്വർണ്ണപ്പഴുക്കാ മണ്ഡപം അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. നെറ്റിപ്പട്ടം, വെൺചാമരം, ആലവട്ടം, വെൺകൊറ്റക്കുട, വിരാളിപ്പട്ട് വിരിച്ച് വെച്ചിട്ടുണ്ടാവും. ശ്രീ ഭഗവാനെ ആ വിരാളിപ്പട്ടിൽ ഇരുത്തുന്നു. ഭഗവാൻ അന്ന് ചക്രവർത്തി രൂപത്തിലാണ് ഭഗവാന്റെ ആ സമയത്തുള്ള ധ്യാനം. ആ ഭഗവാന്റെ മുന്നിൽ, ഭഗവാന്റെ സാന്നിധ്യത്തിൽ വെച്ച് മാതൃക്കൾക്കെല്ലാം ബലി തൂവുന്ന സമയത്ത് 33 ദേവതകളുടെയും സാന്നിധ്യം ആ സ്ഥലത്ത് ആ സമയത്ത് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ദർശനം നടത്തുക, കാണിക്ക അർപ്പിക്കുക, അത് അത്യുത്തമമാണ്. നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും എല്ലാവർക്കും ശ്രേയസ്കരമാണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുരുവായൂരിൽ വന്ന് ഉത്സവ ബലി തൊഴുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഉത്സവ ബലി ഏകദേശം ഈ ദർശനം നമുക്ക് ഒരു 10:45 തുടങ്ങി ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടാവും. അങ്ങനെ ക്ഷേത്രത്തിനകത്ത് എല്ലാ ബലിക്കല്ലിന്മേലും മണികൊട്ടി പൂജിച്ച് ബലി കൊടുത്തതിന് ശേഷം ശ്രീഭൂതബലി ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുകയും ഭഗവാൻ ആനപ്പുറത്ത് കയറുകയും ചെയ്യുന്നു.
അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ എല്ലാ ദിക്കുകളിലും അഷ്ടദിക്കുകളിലുള്ള ബലിക്കുകളിൽ ബലി തൂവി അവസാനത്തെ പ്രദക്ഷിണത്തിന് മുമ്പ് ക്ഷേത്രപാലന്, അതിൻ്റെ മുമ്പേ ബലിക്കല്ല് വലിയ ബലിക്കല്ലുണ്ടല്ലോ അവിടെയും മണികൊട്ടി പൂജിച്ച് ബലി തൂവുന്നു. ആ ബലി തൂവി കഴിഞ്ഞ് ഒരു ഓട്ടപ്രദക്ഷിണമുണ്ട്. ആ ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞ് ക്ഷേത്രപാലന് തൂവണു. അതിനുശേഷം ഭഗവാൻ ശ്രീരാഗത്തേക്ക് എഴുന്നള്ളുന്നു. അപ്പോഴേക്കും സുമാർ സമയം ഒരു 3:30 മണിയേ ഉണ്ടാവും. ഈ സമയത്ത് എല്ലാ ഭക്തന്മാരും ഇങ്ങനെ കാത്തിരിക്കുകയും ഭക്തൻ ജനങ്ങളും ഉപവാസത്തിലിരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ആ വലിയ ബലിക്കലിൻ്റെ അവിടെ തൂവിയ ആ അന്നം ആദ്യം കഴിക്കുന്ന ആൾക്കാരുകളുണ്ട്. പണ്ട് കാലത്തൊക്കെ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് ആൾക്കാരുകളുണ്ട്. രാവിലെ മുതൽ ഒന്നും കഴിക്കില്ല. ഭഗവാന്റെ ഉത്സവ ബലി വലിയ ബലിക്കല്ലിൽ തൂവി കഴിഞ്ഞ് ആ ബലിക്കല്ലിൽ തൂവിയ അന്നം എടുത്ത് കഴിക്കുന്ന ആൾക്കാരുകളുണ്ട്. ഇപ്പോഴും കാണാം നമുക്ക്. അങ്ങനെ അതിബൃഹത്തായ തന്ത്രവിധികളോട് കൂടിയിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവ ബലി കഴിഞ്ഞ് ഭഗവാന്റെ നവകാഭിഷേകം കഴിഞ്ഞ് ഉച്ചപൂജ. അപ്പോഴേക്കും സമയം സുമാർ ഒരു 4:30 മണി 5 മണിയോളാവും. ആ ഉച്ചപൂജയ്ക്കാണ് ഭഗവാന്റെ അലങ്കാരമുള്ളത്. അലങ്കാരം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വരെ ആ അലങ്കാരത്തിൽ കാണാം. ഈ ഉത്സവബലി 8-ാം ദിവസത്തോടു കൂടി നാലമ്പലത്തിനകത്തുള്ള ഭഗവാന്റെ സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കുന്ന ചടങ്ങുകൾ കഴിഞ്ഞു. പിന്നെ ദീപാരാധനയായി. ദീപാരാധന കഴിഞ്ഞാൽ ഭഗവാന്റെ ആ മുളയറയിൽ ഒരു മുളം പൂജയുണ്ട്. അതിനുശേഷം അത്താഴപ്പൂജയായി. അത്താഴപ്പൂജ കഴിഞ്ഞാൽ ഭഗവാന് വീണ്ടും ശ്രീഭൂതബലിയായി. ആ ശ്രീഭൂതബലി ഏകദേശം ഒരു 9 മണി 9:30 മണിയോട് കൂടിയിട്ട് വടക്ക് വശത്ത് അലങ്കരിച്ച് വെച്ച സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിൽ ഭഗവാനെ ഇരുത്തുന്നു. അതിനുശേഷം ഒരു 3 മണിക്കൂർ 4 മണിക്കൂറോളം തായമ്പ കണ്ട് അതിവിദഗ്ധരായ കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. ഒരു ചക്രവർത്തിയുടെ മുന്നിൽ തൻ്റെ കല പ്രദർശിപ്പിക്കുക. ആ പ്രദർശിപ്പിച്ച് കഴിഞ്ഞിട്ട് ഭഗവാനെ സന്തുഷ്ടരാക്കുക. ആ സന്തുഷ്ടരായ ഭഗവാൻ അവർക്കെല്ലാവർക്കും അവരുദ്ദേശിച്ച കാര്യങ്ങൾ വാരിക്കോരിച്ചൊരിയുന്നു. ഇതേ സമയത്ത് തന്നെയാണ് ഭക്തന്മാരുടെ കാര്യവും തന്നെയാണ് കേട്ടോ. ചക്രവർത്തി ഭാവത്തിലിരിക്കുന്ന ശ്രീ ഭഗവാനെ വന്ന് എല്ലാവരും കാണുന്നു. ആ ചക്രവർത്തിയോട് ഉണർത്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉണർത്തിക്കുന്നു. അതെല്ലാം ഭഗവാൻ കേൾക്കുന്നു. ആ കേട്ടുകഴിഞ്ഞ് ഭക്തന്മാർ പറഞ്ഞതെല്ലാം അദ്ദേഹം നടത്തി കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ രാത്രി തായമ്പക കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഭഗവാൻ ആനപ്പുറത്ത് കയറി ചുറ്റുവിളക്ക് മുഴുമിപ്പിക്കുന്നു. അപ്പോഴേക്കും സമയം ഏകദേശം 2 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ക്ഷേത്രത്തിനകത്തെ ചടങ്ങുകളെല്ലാം ഈ സമയത്ത് കഴിയും. ദീപാരാധന കഴിഞ്ഞാൽ പതിവ് മാതിരിയുള്ള കേളി, കുമ്പുപറ്റ്, കുഴൽപ്പറ്റ്, പാടകം എല്ലാം ക്ഷേത്രത്തിനകത്ത് ഉണ്ടാവും കേട്ടോ. ക്ഷേത്രത്തിൻ്റെ പുറത്താണെങ്കിൽ രാവിലെ 5 മണിക്ക് തുടങ്ങും. അഷ്ടപതി, നാഗസ്വര കച്ചേരി, അതിനുശേഷം നൃത്യങ്ങൾ, ഭക്തിഗാനമേളകൾ, ഫ്യൂഷൻസ് എന്ന് വേണ്ട ഒരുവിധം അറിയപ്പെടുന്ന കലാകാരന്മാരുടെ നൃത്തങ്ങളും കലാവാസനകൾക്കനുസരിച്ചിട്ടുള്ള അവരുടേതായ ചടങ്ങുകളുമാണ് നടക്കുന്നത്. ഇന്നേ ദിവസം തന്നെ ഈ പറഞ്ഞ മാതിരി 9 മണിക്ക് തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ ഭഗവാന്റെ ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങായ കഞ്ഞിപുഴുക്ക് വിതരണം അതെല്ലാ ഭക്തന്മാരും വന്ന് വാങ്ങുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അന്നേ ദിവസം ദേശത്തിലുള്ള ഒരാളും പട്ടിണി കിടക്കരുത് എന്നാണ് ഭഗവാന്റെ ഒരു പ്രമാണം. അപ്പോൾ അന്നേ ദിവസം ഗുരുവായൂരുള്ള അടിയന്തരക്കാർക്ക്, ദേശവാസികൾക്ക്, അടുത്തുള്ള കച്ചവടക്കാർക്ക്, സ്ഥാപനത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഭഗവാന്റെ ഉത്സവ പകർച്ചയ്ക്കുള്ള കാർഡുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും അത് വന്ന് വാങ്ങുന്നതാണ്. അതുമാത്രമല്ല, ഈ ദേശത്തുള്ള പക്ഷിമൃഗാദികളടക്കം പട്ടിണി കിടക്കരുത് എന്നുള്ള സങ്കല്പത്തിൽ ക്ഷേത്രത്തിനകത്ത് ഒരു ചെമ്പ് നിവേദ്യം ഉണ്ടാക്കിയിട്ട് ആ ക്ഷേത്രപാലന് തൂവുന്ന ആ സ്ഥലത്ത് കൊണ്ടിടും. പണ്ട് കാലത്തൊക്കെ പക്ഷികളെല്ലാം വന്നിരുന്നു, അതെല്ലാം കൊത്തി തിന്നു പോയിരുന്നു. ഇന്നിപ്പോൾ തിരക്ക് കൂടുതലായത് കാരണം ആ പക്ഷികളൊന്നും അവിടെ വരുന്നില്ല. എങ്കിലും ആ ചടങ്ങ് മുടക്കാറില്ല. ഒരു ചെമ്പ് നിവേദ്യം പക്ഷിമൃഗാദികൾക്കായി അവിടെ കരുതുന്നതാണ്. അതിബൃഹത്തായ ചടങ്ങുകളോടുകൂടി ഭഗവാന്റെ ഉത്സവ ബലി, ആരും പട്ടിണി കിടക്കരുത് എന്നുള്ള സങ്കല്പത്തോടു കൂടി ദേശത്തുള്ളവർക്കെല്ലാം സന്തോഷം വിതരണം ചെയ്തുകൊണ്ടാണ് ഭഗവാന്റെ ഉത്സവ ബലിയും ഉത്സവമെല്ലാം നടക്കുന്നത്. അപ്പോൾ
നിങ്ങളെല്ലാവരും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവ ബലിയിൽ പങ്കെടുക്കുകയും അന്നത്തെ ദിവസം കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അഥവാ ഗുരുവായൂർ വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം തന്നെ ദേവസ്വത്തിൻ്റെ പേജിൽ, ദേവസ്വത്തിൻ്റെ ചാനലിൽ ഇതെല്ലാം ലൈവായി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വീട്ടിലിരുന്നിട്ടും കാണാം, ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് ഉണ്ടാകും, അതും ഉറപ്പാണ്. അപ്പോൾ അതെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് വരിക, പങ്കെടുക്കുക, ഭഗവാന്റെ അനുഗ്രഹം നേടുക. 9-ാം ദിവസം ഉത്സവവും 10-ാം ദിവസത്തെ ഉത്സവവും അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. എല്ലാവരും ഇത് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ നാരായണ.